ഏറനാട് എക്സ്പ്രസിന് ശാസ്താംകോട്ടയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ഇതിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിൽ ചേർന്ന യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. വികസനം എന്നത് ഭരണകൂടം ജനങ്ങൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മറിച്ച് അവകാശമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വികസനം എന്നത് ഭരണകൂടം ജനങ്ങൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും മറിച്ച് അവകാശമാണെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ ഏറനാട് എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ചേർന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലനിൽപ്പുണ്ടാവില്ല. ആരാണ് ഭരണാധികാരികൾ? അത് പറയുന്ന അവസരത്തിലാണ് ഈ സ്റ്റോപ്പിന്റെ കാര്യത്തെ പറ്റി പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പാസഞ്ചേഴ്സ് അവർക്ക് കിട്ടുന്ന ജനപ്രതിനിധിയോട് പറയും, ഒരു പക്ഷേ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കാം, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാം, അതുപോലെ തന്നെ MLA ആയിരിക്കാം, MP ആയിരിക്കാം. അവരോട് പറയുന്നു. ഇപ്പൊ പഞ്ചായത്ത് മെമ്പർ അവരുടെ മുകളിലേക്കുള്ളവരോട് പറയുന്നു, MLA പറയുന്നു, MP പറയുന്നു, അവര് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ. ഇപ്പോഴ് പുതിയ സംവിധാനമുണ്ട്. നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, ജനപ്രതിനിധികൾക്ക് പഞ്ചായത്ത് മെമ്പറിനെ അയക്കാം, പ്രസിഡന്റിനെ അയക്കാം, അതുപോലെ ത്രിതല പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാർക്കും അയക്കാം. കൊടുക്കുന്നൊരു സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. നടപ്പാക്കിയ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കാലങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ അധ്യക്ഷത വഹിച്ചു. കോവൂർ കുഞ്ഞുമോൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ, പഞ്ചായത്ത് അംഗം B സേതുലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മന്ത്രിക്കും MPക്കും സ്വീകരണം നൽകി. ആദ്യമായി ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയ ഏറനാടിന് വൻ വരവേൽപ്പാണ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.